ഉദ്ഹിയയെ കുറിച്ച് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ പറഞ്ഞത് എന്താണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ كذلك سخرها لكم لتكبروا الله على ما هداكم وبشر المحسنين. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പറയുകയാണ്, അതായത് നിങ്ങൾ ഉദ്ഹിയ അറുക്കൽ കൊണ്ട് അവയുടെ മാംസങ്ങളാകട്ടെ രക്തങ്ങളാകട്ടെ അള്ളാഹുവിങ്കൽ എത്തുകയില്ല. പക്ഷേ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, നിങ്ങളിൽ നിന്നുള്ള ഭയഭക്തി അവനിൽ എത്തുന്നതാണെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. ചുരുക്കം പറഞ്ഞാല് ഈ ഉദ്ഹിയ കർമ്മത്തിലൂടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ബലി അറുക്കുന്നതിലൂടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നത് എന്താണ്? നിങ്ങളുടെ തഖ്വയെയാണ് അല്ലാഹു നോക്കുന്നത്. തഖ്വയുള്ളവരായി മുസ്ലിമേ നീ മാറണം. ഉദ്ഹിയ കർമ്മത്തിന് വളരെ മഹത്വമുണ്ട്. എങ്ങനെ? ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നിങ്ങളുടെ ബലിമൃഗത്തെ നിങ്ങൾ ബഹുമാനിക്കണേ, ആദരിക്കണേ. കാരണം എന്തെന്നറിയുമോ പ്രിയമുള്ളവരെ? ഈ ബലിമൃഗമുണ്ടല്ലോ നാളെ നിങ്ങളുടെ സിറാത്ത് മുസ്തഖീം എന്ന് പറയുന്ന പാലത്തിലെ വാഹനമാണെന്ന് ലോകത്തിന്റെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് എന്റെ പ്രിയമുള്ളവരെ നമ്മെ പഠിപ്പിച്ച് മനസ്സിലാക്കുകയാണ്. ഉദ്ഹിയ എന്നത്, ഉദ്ഹിയയുടെ മൃഗമുണ്ടല്ലോ നാളെ സിറാത്ത് മുസ്തഖീം എന്ന് പറയുന്ന പാലത്തിലെ നിന്റെ വാഹനമാണ്. ആ പാലം മിന്നൽ വേഗത്തിലൂടെ കടന്നാൽ മാത്രമേ നിനക്ക് സ്വർഗത്തിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ആ പാലത്തിൽ നിന്ന് വിട്ടുകടക്കാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രയാസമോ നിനക്കുണ്ടായാല് നിനക്ക് ആ പാലത്തിൽ നിന്ന് സുഖമായിട്ട് കടക്കാനായിട്ട് വരുന്നൊരു വാഹനമാണ് ഈ ദുനിയാവിൽ നീ അറുക്കുന്ന ഈ ബലിമൃഗമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് അതിനെ നിങ്ങൾ ആദരിക്കുവിൻ, ബഹുമാനിക്കുവിൻ. അതിനെ കാണുമ്പോൾ എപ്പോഴും നിങ്ങൾ തക്ബീറുകൾ ചൊല്ലുവിനെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാ. തീർന്നില്ല. മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുകയാ, ഏതൊരുവൻ തന്റെ വീട്ടിൽ നിന്ന് ബലിമൃഗത്തെ വാങ്ങാൻ പുറപ്പെട്ടു, അല്ലാഹു അവന് നൽകുന്ന പ്രതിഫലം എന്താണെന്നറിയുമോ? മഹാനായ അലിയാർ തങ്ങൾ പറയുകയാ, ഗഫറല്ലാഹു ദുനൂബഹും, അവന്റെ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് മഹാനായ അലിയാർ തങ്ങൾ പറയുകയാ. വെറുതെ നിസ്സാരതയോടെ നിങ്ങൾ കാണല്ലേ പ്രിയമുള്ളവരെ. മഹാനായ അലിയാർ തങ്ങൾ അവിടുന്ന് പറയുകയാ, ഒരു ഉദ്ഹിയ മൃഗത്തെ നീ വാങ്ങുന്നതിന് വേണ്ടി വീട്ടിൽ നിന്ന് പുറപ്പെട്ടാൽ നിന്റെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും. മാത്രമല്ല നിന്റെ 10 പാപങ്ങൾ അല്ലാഹു പുറത്തു തരികയും 10 ദറജകൾ നിന്റെ ഉയർത്തപ്പെടുകയും ചെയ്യുമെന്ന് മഹാനായ അലിയാർ തങ്ങൾ പറയുമ്പോ, ആരാണ് പ്രിയമുള്ളവരെ അലിയാർ തങ്ങൾ എന്നറിയുമോ? നിസാരതയോടെ നിങ്ങൾ കാണല്ലേ. മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ, ഞാൻ വിജ്ഞാനത്തിന്റെ പൂങ്കാവനമാണെങ്കിൽ അതിലേക്കുള്ള കവാടമാണ് മഹാനായ അലി റളിയല്ലാഹു അൻഹു. അലി എന്ന അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പരിചയപ്പെടുത്തിയെങ്കിൽ ആ മഹാനായ അലിയാർ തങ്ങൾ പറയുകയാ, ഏതൊരുവൻ ബലിമൃഗത്തെ വാങ്ങാൻ കമ്പോളങ്ങളിൽ പോയി അതിനു വേണ്ടി സംസാരിക്കുന്ന ആ സംസാരമുണ്ടല്ലോ, അല്ലാഹു എങ്ങനെയാണ് അതിനെ
കാണുന്നതെന്നറിയുമോ? മഹാനായ അലിയാർ തങ്ങൾ പറയുകയാ, കാന കലാമുഹു തസ്ബീഹ, അവന്റെ വർത്തമാനമുണ്ടല്ലോ അല്ലാഹു തസ്ബീഹുകളിൽ ഉൾപ്പെടുത്തുമെന്ന് മഹാനായ അലിയാർ തങ്ങൾ പറയുകയാ. മഹാനായ അലിയാർ തങ്ങൾ പറയുകയാണ്, ഉളുഹിയ മൃഗത്തെ നിങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി കമ്പോളങ്ങളിൽ ചെന്ന് അതിന് വിലപേശുകയാണ്. എങ്ങനെ? ഇന്ന പോത്തിന് ഇന്ന വിലയാണ്, ഇന്ന പോത്ത്, അങ്ങനെ വിലപേശുന്ന സംസാരം കാന കലാമുഹു തസ്ബീഹ, അല്ലാഹു നിങ്ങളുടെ ഏടുകളിൽ ആ ഒരു സംസാരത്തെ തസ്ബീഹുകളുടെ ഗണത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തുമെന്ന് മഹാനായ അലിയാർ തങ്ങൾ പറയുകയാ. ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലിയതിന്റെ കൂലി നിനക്ക് അതിലൂടെ ലഭിക്കും, ആ പോത്തിന് വേണ്ടി സംസാരിക്കുന്ന സംസാരം പോലും. അപ്പൊ ഉളുഹിയയുടെ മഹത്വം നീ മനസ്സിലാക്കണം. ഒരു സുബ്ഹാനല്ലാഹുടെ പ്രതിഫലം എന്താണ് പ്രിയമുള്ളവരെ മനസ്സിലാക്കണം. ആദരമാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് സഹാബത്ത് കടന്നു വരികയാ, സഹാബാക്കൾ കടന്നു വരികയാ. കടന്നു വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഒരു സുബ്ഹാനല്ലാഹയുടെ പ്രതിഫലം എത്രയാണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകരോട് തന്റെ അനുയായികളായ സഹാബാക്കളുണ്ടല്ലോ ഒരിക്കലും വന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാ, അത് 7 ആകാശം മുതൽ 7 ഭൂമി വരെ അതിന്റെ പ്രതിഫലം നിറഞ്ഞു നിൽക്കുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ സഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാ. അതായത് 7 ആകാശം മുതൽ 7 ഭൂമി വരെ എന്താണ് ഒരു സുബ്ഹാനല്ലാഹയുടെ മഹത്വം പ്രതിഫലമുണ്ട്, നിറയുമെന്ന്, പ്രതിഫലം കൊണ്ട് നിറയുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തീർന്നില്ല ഉളുഹിയയുടെ മഹത്വം, ഇനിയും കേട്ടോളൂ. പിന്നെ ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ, നിങ്ങൾ ഒരു ബലിമൃഗത്തെ അറുക്കുമ്പോ അതിൽ നിന്ന് എത്ര രക്തത്തുള്ളികള് ഈ ഭൂലോകത്ത് വീഴുന്നുവോ ആ വീഴുന്ന രക്തത്തുള്ളിക്കനുസരിച്ച് അല്ലാഹു 10 മലക്കുകളെ സൃഷ്ടിക്കുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, നിങ്ങൾ ബലി അറുക്കുന്ന മൃഗത്തിനെ ആ ബലി അറുക്കാനായിട്ട്, അതായത് മൃഗത്തെ വാങ്ങിച്ചു, ആ മൃഗത്തെ നിങ്ങൾ ബലി അറുക്കുമ്പോൾ അതിൽ നിന്ന് എത്ര ചോര, അതായത് എത്ര തുള്ളി രക്തം ഈ ഭൂലോകത്ത് വീഴുന്നു. ഒരു പോത്തിനെ അറുത്താല്, ഒരു ഉളുഹിയയുടെ മൃഗത്തെ അറുത്തു കഴിഞ്ഞാല് എത്ര തുള്ളി രക്തമാണ് വരുന്നത്, അതിനനുസരിച്ച് എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല 10 മലക്കുകളെ സൃഷ്ടിക്കുമെന്ന്. ഓരോ തുള്ളിക്കനുസരിച്ച് 10 മലക്കുകളെ അല്ലാഹു പടയ്ക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. തീർന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ, ഈ ഉളുഹിയ കർമ്മം നിർവഹിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരാ ഉളുഹിയ കർമ്മം ചെയ്തതിന് ശേഷം അതാ അവർ അറുത്തപ്പോൾ എത്ര തുള്ളിയാണോ ഈ ഭൂലോകത്തേക്ക് രക്തത്തുള്ളികൾ വീണത്, അതിനനുസരിച്ച് അല്ലാഹു ഓരോ തുള്ളിക്കനുസരിച്ച് 10 മലക്കുകളെ അല്ലാഹു പടയ്ക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ട് ആ ഹബീബായ തങ്ങൾ അവിടുന്ന് പറയുകയാ, ആ ഖിയാമത്ത് നാൾ വരെയും ആ മലക്കുകളുണ്ടല്ലോ ഈ ബലികർമ്മം ചെയ്തവർക്ക് വേണ്ടി മഗ്ഫിറത്ത് അല്ലാഹുവിനോട് ചോദിക്കുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്രമാത്രം മഹത്വമാണ് പ്രിയമുള്ളവരെ ബലി അറുക്കുക എന്ന് പറയുന്നത്. അതായത് ബലികർമ്മം ചെയ്യുന്നത് ഇത്രയും പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് അതിൽ കഴിയുന്നവര് കഴിവതും അത് ഉപേക്ഷിക്കാതെ ആ ബലികർമ്മം ചെയ്യണം. കാരണം എന്താണ്? ഇത് ശക്തിവത്തായ സുന്നത്തുകളിൽപ്പെട്ട ഒരു കർമ്മമാണ് ഈ ബലി ഉളുഹിയ്യത്ത് എന്ന് പറയുന്നത്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ.
അതുകൊണ്ട് തന്നെയാണ്, അതായത് ഒരുവന് ഇനി കഴിവുണ്ടായിട്ടും അവൻ ബലി കൊടുക്കാതിരുന്നാല് എത്രമാത്രം വലിയ പാപമാണെന്നറിയുമോ? അള്ളാന്റെ റസൂല് പറയുകയാണ്, മൻ വജദ സഅതൻ ഫലം യുളഹി ഫലാ യഖറബന്ന മുസല്ലാന. ഏതൊരുവൻ ഉളഹിയ കൊടുക്കാൻ കഴിവുണ്ടാകുകയും ഫലം യുളഹി എന്നിട്ട് അവൻ ഉളഹിയ അറുത്തില്ല എങ്കിൽ ഫലാ യഖറബന്ന മുസല്ലാന, തീർച്ചയായും അവൻ വരരുത് മുസല്ലാന, നമ്മുടെ നമസ്കാര സ്ഥലത്തേക്ക് അവൻ വരരുത്. അവന് ബലിപെരുന്നാൾ ആഘോഷിക്കാനോ നമസ്കരിക്കാനോ അർഹതയില്ല എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പൊ ഇതിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ.